ഇടതുപക്ഷം വലതുപക്ഷം. 1789 ഫ്രഞ്ച് ദേശീയ അസംബ്ലിയിൽ വിപ്ലവത്തെയും മാറ്റങ്ങളെയും അനുകൂലിച്ചവർ അധ്യക്ഷന്റെ ഇടതുവശത്തും പഴയ രാജഭരണത്തെയും പാരമ്പര്യത്തെയും അനുകൂലിച്ചവർ വലതുവശത്തുമിരുന്നു. ഇവിടെ നിന്നാണ് ഇടതുപക്ഷം മാറ്റത്തെ അനുകൂലിക്കുന്നവർ വലതുപക്ഷം നിലവിലെ സ്ഥിതിയെയും പാരമ്പര്യത്തെയും അനുകൂലിക്കുന്നവർ എന്ന വേർതിരിവ് രാഷ്ട്രീയത്തിൽ വന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയം സാമൂഹിക സമത്വത്തിനും പുരോഗമനപരമായ ആശയങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. സമൂഹത്തിലെ അസമത്വങ്ങൾ കുറയ്ക്കുന്നതിനും സർക്കാർ ശക്തമായി ഇടപെടണമെന്നാണ് അവരുടെ പ്രധാന വാദം. സാമൂഹിക സമത്വം, സമ്പത്ത്, അവസര, പദവി എന്നിവയിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നു. സമ്പദ് വ്യവസ്ഥയിൽ സർക്കാർ നിയന്ത്രണം ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രാധാന്യം നൽകുന്നു. എല്ലാവർക്കും ക്ഷേമരാഷ്ട്രം, എല്ലാവർക്കും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ നൽകണമെന്ന് വാദിക്കുന്നു. ഇതിനായി ധനികരിൽ നിന്ന് ഉയർന്ന നികുതി ഈടാക്കുന്നതിനെ പിന്തുണയ്ക്കുന്നു. പുരോഗമനം സാമൂഹികമായ മാറ്റങ്ങളെയും പുതിയ ആശയങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. മതേതരത്വത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകുന്നു. തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിലകൊള്ളുന്നു. വലതുപക്ഷ രാഷ്ട്രീയം വ്യക്തി സ്വാതന്ത്ര്യം, പാരമ്പര്യം, ദേശീയത, സ്വതന്ത്ര കമ്പോളം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ സർക്കാർ ഇടപെടൽ കഴിയുന്നത്ര കുറയ്ക്കണമെന്നാണ് ഇവരുടെ നിലപാട്.